ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നലെ നമ്മുടെ CA ജാഫർ കോടതിയിൽ വെച്ച് പത്മ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന സീനോട് കൂടിയിട്ടായിരുന്നു ഇന്നലെ എപ്പിസോഡ് തീർന്നത് അല്ലേ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ അഞ്ജലി ആകെ ഞെട്ടി വിറച്ച് നിൽക്കുകയാണ്. ഇത് വിശ്വസിക്കാനാകാതെ രാഘവനുണ്ണിയും കാർത്തിക്കും ഗുണ്ടകളും നമ്മുടെ ശിവരാമൻ ചേട്ടനൊക്കെ ആണെങ്കിൽ ആകെ വിഷമിച്ച് ഞെട്ടി നിൽക്കുകയാണ്. അഞ്ജലിയാണ് ഈ ഒരു വാർത്ത കേട്ടതോട് കൂടിയിട്ട് കരയാൻ തുടങ്ങി കേട്ടോ. ഇങ്ങനെയൊരു സംഭവങ്ങളോട് കൂടിയിട്ടാണ് എപ്പിസോഡ് തീർന്നിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും അതിൻ്റെ ബാക്കി എന്നാണ് ഇന്ന് ആരംഭിക്കുമ്പോൾ തന്നെ ജഡ്ജിനോട് ജാഫർ പറയുകയാണ്, സർ, തമിഴ്നാട്ടിൽ ഒരു റെയിൽവേ ട്രാക്കിൽ ചിന്നിച്ചിതറിയ രീതിയിൽ പത്മയുടെ ശരീരം കണ്ടെടുത്തു. കോടതിയിലെ ജഡ്ജ് അപ്പോൾ ചോദിക്കുകയാണ്, അത് ഉറപ്പിക്കാനായിട്ട് എന്താണ് ഒരു CA ജാഫർ, അതിനെന്താണ് ഉറപ്പിക്കാനായിട്ട്, അത് പത്മയുടേതാണ് എന്ന് ഉറപ്പിക്കാനായിട്ട് എന്തെങ്കിലും മൊഴിയോ കാര്യങ്ങളോ എന്തെങ്കിലും റിപ്പോർട്ട് താങ്കളുടെ കയ്യിലുണ്ടോ? ഇത് ചോദിക്കുമ്പോഴത്തേനും നമ്മുടെ ജാഫർ പറയുകയാണ്, സർ, ഇത് വിശ്വസിക്കാവുന്ന ഒരു മൊഴിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച്, ഇപ്പോൾ കിട്ടിയ മൊഴി അനുസരിച്ച് ഈ മൊഴി പറഞ്ഞിരിക്കുന്നത് അമ്പാടിയാണ് പറഞ്ഞിട്ടുള്ളത് ഇത് പത്മയുടെ ശരീരം ആണെന്ന്. ഇത് കേൾക്കുമ്പോഴത്തേനും നമ്മുടെ അഞ്ജലി ആകെ തളർന്നു പോവുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ജാഫർ ഈ സംഭവം പറഞ്ഞു കഴിഞ്ഞിട്ട് ജഡ്ജ് ജാഫറിനോട് പറയും, ജാഫർ, ഇത് നമുക്ക് ഉറപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ പത്മ കേസ് വലിയൊരു വഴിത്തിരിവിൽ വല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വിശദമായ വിവരങ്ങൾ താങ്കൾ ഒന്ന് അന്വേഷിച്ചിട്ട് വരൂ, എന്നിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ വന്ന് പറയണം എന്ന് പറയും. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ജാഫർ ഓക്കെ സാർ എന്ന് പറഞ്ഞ് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ജഡ്ജ് നമ്മുടെ അഞ്ജലിയോട് ചോദിക്കുകയാണ്, ഈ പത്മയ്ക്ക് ഈ കേരളം വിട്ട് തമിഴ്നാട് അതിർത്തിയിലേക്ക് പോകേണ്ട എന്ത് സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്? ഇന്ന് കോടതിയിൽ സിറ്റിംഗ് കൊണ്ട് ഹാജരാകേണ്ടിയിരുന്നതല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? ഇത് കേൾക്കുമ്പോഴത്തേനും നമ്മുടെ അഞ്ജലിയാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയണം, സാർ, അതിൽ തന്നെയുണ്ട് അതിൻ്റെ ഉത്തരം. എന്തുകൊണ്ടാണ് പത്മ പോയതെന്ന് അവൾക്കറിയാം. അവൾ ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന് ഈ കോടതി മുറിയിൽ എത്താതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അവൾ തീർത്ത് കളയും, അല്ലെ കൊന്നുകളയും എന്ന് അവൾക്ക് അറിയായിരുന്നു സാർ. കാരണം ഇവരുടെ ഗുണ്ടകൾ അവളെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ തക്കം പാത്തിരിക്കുകയാണ്. വേറെ ഒരു വഴിയുമില്ലാതെ ആ സാധു പെൺകുട്ടി തമിഴ്നാട് അങ്ങോട്ട് പോയതാണ്. അല്ലാതെ അവൾക്ക് വേറെ വഴികളില്ലായിരുന്നു. ഇവിടെ ആയിരുന്നെങ്കിൽ അവൾ നേരത്തെ കൊല്ലപ്പെട്ടേനെ. ഇപ്പോൾ സാറിന് മനസ്സിലായില്ലേ, പണവും ശക്തിയും ഉപയോഗിച്ച് എന്തും ചെയ്യാമെന്നൊരു അഹന്തയാണ് ഈ കാർത്തിക്കിനും കുറുപ്പിനും ഗുണ്ടകൾക്കൊക്കെ. അവർ പണം ഉപയോഗിച്ചൊരു സാധു പെൺകുട്ടീനെ ഇല്ലാതാക്കി സാർ. ഇപ്പോൾ അവൾക്ക് എന്ത് നീതിയാണ് സാർ ഇവിടെ ലഭിച്ചിട്ടുള്ളത്? ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ അഞ്ജലി കരഞ്ഞുകൊണ്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും. അഞ്ജലിയുടെ മനസ്സാകെ തകർന്നിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ കോടതിക്കും നമ്മുടെ ജഡ്ജിന് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അഞ്ജലിക്കുട്ടി പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇതിനെ എതിർത്തുകൊണ്ട് രാഘവനുണ്ണി അപ്പോൾ വരികയാണ്, സർ, ഒബ്ജക്ഷൻ യുവർ ഓണർ, ഇത് ശരിയല്ല പറയുന്നത്. എൻ്റെ പ്രതിഭാഗത്ത് നിൽക്കുന്ന ആളുകളെ വെറുതെ കുറ്റപ്പെടുത്തുകയാണ്. പത്മ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന സമയത്തൊക്കെ ഈ കാർത്തിക്കും കൂട്ടുകാരെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അതിനുള്ള തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ജഡ്ജ് രാഘവനുണ്ണിയുടെ വായടക്കുകയാണ്. അഡ്വക്കേറ്റ് രാഘവനുണ്ണി, അങ്ങനെയല്ല, ഇപ്പോൾ ഈ പത്മ കൊല്ലപ്പെട്ടതിൻ്റെ വിശദമായ വിവരങ്ങൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് കയറി താനൊന്നും പറയാൻ വേണ്ടി നിൽക്കണ്ട, അങ്ങനെ പറയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ കാണുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ ജാഫർ തിരിച്ചു വരികയാണ്. ജാഫർ പറയുകയാണ്, സാർ, അമ്പാടിയുടെ വിശദമായ മൊഴികൾ എന്തെന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചു. അതിൽ പറയുന്ന പ്രകാരം അമ്പാടിയും പത്മകുമാരിയും കൂടി കോടതിയിലേക്ക് വരികയായിരുന്നു ഇന്ന് സിറ്റിങ്ങിന് വേണ്ടിയിട്ട്. തമിഴ്നാട് അതിർത്തിയിൽ നിന്നും അവരൊരു ബൈക്കിലാണ് വന്നുകൊണ്ടിരുന്നത്. അമ്പാടിയുടെ മൊഴി പറയുന്നതനുസരിച്ചാണെങ്കിൽ അവർ കുറച്ച് ദൂരം എത്തിയപ്പോൾ കുറച്ച് ഗുണ്ടകൾ അവരുടെ ചുറ്റും വന്ന് അമ്പാടിയെ അടിച്ച് വീഴ്ത്തുകയാണ് ഉണ്ടായത്. ഒരുപാട് പരിക്കുകൾ അമ്പാടിക്ക് പറ്റിയിരിക്കുകയാണ് സാർ. ഇതിനുശേഷം അവർ പത്മേനെയും കൊണ്ട് വലിച്ചിഴിച്ച് പത്മേനെയും കൊണ്ട് വണ്ടിയിൽ കയറ്റി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് അമ്പാടിയുടെ മൊഴി സാർ. ഇപ്പോൾ അമ്പാടി ഒരു മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്, ഗുരുതരമായ പരിക്കുകളേറ്റ് ചികിത്സയിലാണ് ഉള്ളത് സാർ. ഇങ്ങനെ ജാഫർ പറയും. അപ്പോൾ കോടതി പറയും, അത്രയേറെ തലങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ പോയിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, പത്മകുമാരി സൂയിസൈഡ് ചെയ്തതോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും അല്ല. ഇത് വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു കൊലപാതകമാണ് ഈ സംഭവം.
ഈ ജാഫർ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ അഞ്ജലി പറയുകയാണ് ജഡ്ജിൻ്റെ അടുത്ത്, സാറിന് മനസ്സിലായില്ലേ സാർ, പാവം ഒരു പെൺകുട്ടിയെ ഇവരുടെ ഗുണ്ടകളാണ് കൊന്നു കളഞ്ഞിട്ടുള്ളത്. പാവം പത്മയ്ക്ക് എന്ത് നീതി കിട്ടി സാർ? ഇവർ ചെയ്ത അനീതിക്കെതിരെ പ്രതികരിച്ചതോ? എന്താണ് ഞാൻ പറയേണ്ടതെന്ന് എനിക്കറിയില്ല സാർ. ഒരു പാവം പെൺകുട്ടിയെ ഇല്ലാതാക്കിയിരിക്കുകയാണ് സാർ. ഒരാളെപ്പോലും വെറുതെ വിടരുത് സാർ. ഇങ്ങനെയൊക്കെ നമ്മുടെ അഞ്ജലി വളരെ വൈകാരികമായിട്ട് പ്രതികരിക്കുകയാണ് കേട്ടോ. അപ്പം ജഡ്ജിന് ഇത് ഏകദേശം ഈ നമ്മുടെ അഞ്ജലിക്കുട്ടി പറയുന്നതൊക്കെ ഏകദേശം കൺവിൻസ് ആകുന്നുണ്ട്. ഈ ഒരു സമയത്തെല്ലാം രാഘവനുണ്ണി പല കാര്യങ്ങളും ഒരു സമയത്ത് മനസ്സിലേക്ക് ഓർക്കുകയാണ്. കുറുപ്പ് കഴിഞ്ഞ ദിവസം രാത്രി വന്ന് പറയുന്നത്, പത്മകുമാരി ഒരിക്കലും കോടതിയിൽ പത്മ എത്തരുത്, അഥവാ അവൾ അതിന് ശ്രമിച്ചാൽ അവളെ ഇല്ലാതെയാക്കും, അവൾ എത്താതിരിക്കാനുള്ള വഴി എനിക്കറിയാം. ഇപ്പോൾ രാഘവനുണ്ണിയുടെ മനസ്സിൽ ഉള്ളൊരു കാര്യം എന്തെന്ന് വെച്ചാൽ കുറുപ്പിൻ്റെ ഗുണ്ടകൾ തന്നെയാണ് പത്മയെ തീർത്ത് കളഞ്ഞത് എന്നൊരു ഏകദേശം രൂപ അയാൾക്ക് അപ്പം തന്നെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഇങ്ങനെയൊക്കെയാണ് കോടതി മുറിയിൽ നടന്നത്. അപ്പോൾ കോടതി അടുത്തൊരു ഉത്തരവ് പറയുകയാണ്, ഇപ്പോൾ പത്മ കൊല്ലപ്പെട്ടിരിക്കുന്നു, അതിനാൽ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളൊക്കെ ശേഖരിച്ച ശേഷം നമുക്ക് ഈ കേസുമായി മുമ്പോട്ട് പോകാം. അതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തൽക്കാലം ഒന്ന് നിർത്തിവെക്കാം. അങ്ങനെ ഒരു ഉത്തരവാണ് നമ്മുടെ കോടതിയിൽ നിന്ന് ഉണ്ടാകുന്നത് കേട്ടോ. എന്താണെങ്കിലും കോടതിയിൽ നിന്ന് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ എല്ലാവരും പോയി. ഏറ്റവും അവസാനം നമ്മുടെ അഞ്ജലിയും ശ്രീരാമൻ ചേട്ടൻ മാത്രമേ ഉള്ളൂ. അഞ്ജലിയാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അഞ്ജലിയുടെ അടുത്തേക്ക് നമ്മുടെ അച്ഛൻ എത്തും. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് നിന്നിട്ട് നമ്മുടെ അഞ്ജലി പൊട്ടിക്കരയാണ്. അച്ഛ, നമ്മുടെ പത്മ അവൾ പോയി, എന്ത് ചെയ്യും അച്ഛ? എനിക്കറിയില്ല അച്ഛ, ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ നമ്മുടെ അഞ്ജലി വളരെ സങ്കടപ്പെട്ട് നിന്ന് കരയാണ് കേട്ടോ. എന്താണെങ്കിലും അങ്ങനെ സീനാണ് ആദ്യം കാട്ടിയത്. പിന്നീട് കാട്ടിയ സീനുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ സീനുകളൊന്നുമല്ല. അതിനെപ്പറ്റി അധികം പറയാനില്ല. കാരണം അഞ്ജലിയുടെ വീട്ടിൽ കുറച്ച് സംഭവങ്ങളൊക്കെ നടക്കുകയാണ്. അഞ്ജലിയുടെ കൂട്ടുകാർ വീട്ടിലേക്ക് വരുന്നുണ്ട്. അവർ വരുന്നത് നമ്മുടെ വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ. അതായത് നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതായത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അഞ്ജലിയുടെ വീട്ടിലേക്ക് കുഞ്ഞപ്പനും കൂട്ടുകാരും ഒക്കെ എല്ലാവരും കൂടി വരികയാണ്. അവർ വരുന്ന ഡ്രസ്സ് എടുത്തുകൊണ്ടാണ്, ആര്യ പറഞ്ഞിട്ട് ഒരു ഡ്രസ്സ് എടുത്തുകൊണ്ടാണ് വരുന്നത്. സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് പത്മയുടെ മരണം നടന്നിരിക്കുന്നത്, പക്ഷേ ഇന്ന് തന്നെയായിരുന്നു പത്മയുടെ ജന്മദിനവും. അതായത് ജന്മദിനവും മരണവും ഒരേ ദിവസം നടന്നിരിക്കുകയാണ്. അത് ശരിക്കും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ. എന്താണെങ്കിലും അങ്ങനെ സംഭവങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ ആര്യയും അവരും എല്ലാവരും, കുഞ്ഞപ്പനും കൂട്ടുകാരും എല്ലാവരും നമ്മുടെ പത്മ ഇന്ന് കേസിൽ വിജയിച്ച് തിരിച്ചു വരുന്നതും കാത്ത് വീട്ടിൽ കാത്തിരിക്കുകയാണ് കേട്ടോ. ശരിക്കും സങ്കടം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ കാട്ടുന്ന ഒരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശംഖ് ചക്രത്തിൽ ഇതുവരെയായിട്ട് നമ്മുടെ അർജുനെ റൂമിന് പുറത്തേക്ക് വിട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അർജുൻ അവിടെ കിടന്ന് ആകെ വിഷമിക്കുകയാണോ, ഒച്ചപ്പാടുണ്ടാക്കിയാണ്, എന്നെ തുറന്ന് വിടും, എനിക്കാകെ ഭ്രാന്ത് പിടിക്കുന്നു, അങ്ങനെയൊക്കെ പറയുന്ന സീനുകളൊക്കെ ഇടയ്ക്കുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അതിനുശേഷം പിന്നെ കാണുന്ന സീന് കോടതി മുറിയിലെ തന്നെയാണ് കേട്ടോ. കോടതി മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ള സീനാണ്. കോടതി മുറിയിൽ നിന്ന് പുറത്തേക്ക് നമ്മുടെ അഞ്ജലി വരികയാണ്. ഈ ഒരു സമയം രാഘവനുണ്ണി ഓൾറെഡി പോയി കഴിഞ്ഞിരുന്നു കേട്ടോ. കാര്യങ്ങൾ അത്ര പന്തികേടല്ല എന്ന് പുള്ളിക്ക് തോന്നി. കാരണം പത്മ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. പത്മ കൊല്ലാനായിട്ട് കൊന്നോ എന്നൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും കൊല്ലപ്പെടും എന്ന് പുള്ളി വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇത് കേസ് വേറൊരു പ്രശ്നങ്ങളിലേക്ക് നയിക്കും, ഉറപ്പായിട്ടും കൊലപാതക കുറ്റം കൂടി ഇനി വരും എന്നൊരു ചിന്തയൊക്കെ പുള്ളിയുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സംഭവം ഈ കാർത്തിക് കുറുപ്പിലേക്ക് ഈ കാര്യങ്ങളൊന്നും എത്താതെ ഇരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. അതുകൊണ്ട് പുള്ളി വേഗം തന്നെ അഞ്ജലിയെ കാണാനൊന്നും നിൽക്കത്തില്ല, വെല്ലുവിളിയൊന്നും നടത്താനായിട്ട് നിൽക്കത്തില്ല. വേഗം തന്നെ അയാൾ കാറിൽ വിട്ടുപോകും. ഈ ഒരു സമയത്ത് ഇയാൾ കുറച്ച് ദൂരം പോയി കഴിഞ്ഞിട്ട് ഇതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇയാൾ പോയി കഴിഞ്ഞാൽ തിരിച്ച് ഹരീനെ ഫോൺ വിളിക്കുകയാണ് കേട്ടോ. ഹരീനെ ഫോൺ വിളിച്ചിട്ട് പറയുകയാണ്, ഈ കേസുമായി ബന്ധപ്പെട്ട് നീ നമ്മുടെ ആളുകളൊക്കെ പോലീസിലുണ്ടല്ലോ, അവരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംഭവം നീ വേഗം അത് കളക്ട് ചെയ്യുക. ഈ അഞ്ജലിയും ജാഫറും ഒന്നും ഈ കേസിലേക്ക് പത്മ കൊല്ലപ്പെട്ട സംഭവത്തിലേക്ക് എത്തിച്ചേരരുത്, കാര്യങ്ങളൊക്കെ നിനക്ക് മനസ്സിലായല്ലോ എന്ന് പറയും. അപ്പോൾ ഹരി പറയും, സാർ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, അവരൊരിക്കലും ഈ കേസിലേക്ക് എത്തത്തില്ല, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊള്ളാം. അപ്പോൾ ശരി, അങ്ങനെ നീ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഫോൺ കട്ട് ചെയ്യുകയാണ്. ഇതിന് ശേഷം നമ്മൾ കാണുന്നത് അഞ്ജലി പുറത്ത് നിൽക്കുകയാണ്, അഞ്ജലിയും അച്ഛനും കൂടി. അപ്പോൾ പത്മ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി അഞ്ജലി തുടങ്ങുന്നുണ്ട്. അവിടേക്ക് പോകണം അച്ഛാ,
അവിടെ പോയി എന്താണെന്ന് എനിക്ക് നോക്കിയേ പറ്റുള്ളൂ. ഈ ഒരു സമയം നമ്മുടെ ശ്രീരാമൻ ചേട്ടന് എതിർക്കുന്നുണ്ട്, മോളെ നീ ഇപ്പം അങ്ങോട്ട് പോകണ്ട, അത് ശരിയാവില്ല, അവിടെ ലോക്കൽ ആളുകൾ ഒരുപാടുണ്ടാവും, നിനക്ക് ഇവിടുന്ന് ഒരാളുടെ പോലും സപ്പോർട്ടില്ല, അത് ചെന്നാൽ ശരിയാകത്തില്ല മോളെ എന്നൊക്കെ പറയും. ഈ ഒരു സമയമെല്ലാം നമ്മുടെ അഞ്ജലിക്കുട്ടി നമ്മുടെ അർജുനെ വിളിച്ചു നോക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് തവണ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, റിങ് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ അതും ഭയങ്കര വിഷമമായിട്ട് നിൽക്കുകയാണ്. എന്താ സംഭവിച്ചതെന്നൊന്നും മനസ്സിലാക്കാൻ പോലും നമ്മുടെ അഞ്ജലിക്ക് പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ശിവരാമൻ പറയുന്നുണ്ട്, നീ രാജീവിനെ വിളിക്കണ്ട, എന്തിനാ രാജീവിനെ വിളിക്കുന്നത്, രാജീവിന് ഇതിൽ നിനക്കുള്ള താല്പര്യം പോലെ രാജീവിന് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മുടെ അഞ്ജലി പറയും, അല്ല അച്ഛാ അങ്ങനെയല്ല, രാജീവിനെ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ കിട്ടുന്നില്ല, ഫോൺ എന്തോ കണക്റ്റ് ആവുന്നില്ല, എന്തോ ഇഷ്യൂ ഉണ്ട്, നെറ്റ്വർക്കിൻ്റെ എന്തോ ഇഷ്യൂ ആണ്. അഞ്ജലിയും അച്ഛനും ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി എന്താണ് ചെയ്യേണ്ടതെന്നെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഹരി വരികയാണ് കേട്ടോ. ഹരിയാണെങ്കിൽ അഞ്ജലിയെ കണ്ട് അടുത്തേക്ക് വരികയാണ്. വളരെ പുച്ഛമായൊരു ഭാവമാണ് ഹരിയുടെ മുഖത്തുള്ളത് കേട്ടോ. എല്ലാം വിജയിച്ചു, ഞങ്ങൾ പന്മ കേസ് വിജയിച്ചു, അഞ്ജലി തോറ്റുപോയി, നാണം കെട്ടു, ഇങ്ങനെ ഒരു രീതിയിൽ അയാൾ അടുത്തേക്ക് വരും. എന്നിട്ട് അഞ്ജലിയോട് പറയും, ഇപ്പോൾ എന്ത് പറ്റി മാഡം, അഡ്വക്കേറ്റ് അഞ്ജലി മാഡത്തിന് ഇത് എന്ത് പറ്റി, കോടതി മുറിയിലേക്ക് കയറുന്നതിന് മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, എന്തോ അഡ്വക്കേറ്റ് രാഘവനുണ്ണിനെ ആദ്യമായിട്ട് തോൽപ്പിക്കുമെന്നോ വിജയിക്കുമെന്നോ പന്മ കേസ് വിജയിക്കുമെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിരുന്നു, ഇപ്പോൾ എന്ത് പറ്റി. അപ്പോൾ കൂടെയുള്ള അനുയായി പറയുകയാണ്, അത് മാഡം തോറ്റുപോയെന്ന് മാഡത്തിന് മനസ്സിലായി, അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഹരി പറയും, ഇതൊന്നുമല്ല, അതൊന്നുമല്ല, ഇത് അണ്ണാക്കിൽ പിരിവെട്ടി ഇരിക്കുമ്പോൾ ഒരു സംഭവമാണിത്, അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുകയാണ്. ഇതെല്ലാം കേട്ട് അത്ര നേരം ക്ഷമിച്ച് നിന്ന അഞ്ജലിവിനെ പറയുകയാണ്, എടോ താൻ കൂടുതൽ നിഗളിക്കൊന്നും വേണ്ട, പന്മയെ നിങ്ങൾ കൊന്നു കളഞ്ഞു എന്ന് കരുതി പന്മ കേസ് വിജയിച്ചു എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വേണ്ട. താൻ വലിയ സാമർത്ഥ്യത്തോട് കൂടിയിട്ട് നിങ്ങളെല്ലാവരും കൂടി അത്ര വലിയ അതിസമർത്ഥമായി വാദിച്ച് വിജയിച്ചിരുന്നുവെങ്കിൽ കുറച്ചെങ്കിലും അന്തസ്സുണ്ടായിരുന്നു താനൊക്കെ ഈ വന്ന് പറയുന്നതിന്. ചതിയിലൂടെയും വഞ്ചനയിലൂടെയും അല്ലേടോ ഇതൊക്കെ താൻ നേടിയത്, അതുകൊണ്ട് കൂടുതൽ താൻ ഒന്നും പറയണ്ട, പത്മയെ നിങ്ങൾ കൊന്നതാണെന്ന് ഞാൻ കോടതിയിൽ തെളിയിക്കും. ഇപ്പോൾ ഹരി പറയും, ഞങ്ങൾ പത്മയെ കൊന്നിട്ടൊന്നുമില്ല, ആ കുറ്റം ഞങ്ങളുടെ മേലെ പറയാൻ വേണ്ടി താൻ നിൽക്കണ്ട അഡ്വക്കേറ്റ് അഞ്ജലി, നിങ്ങളാണോ കൊന്നത് അല്ലേ എന്നൊക്കെ ഞാൻ കോടതിയിൽ തെളിയിച്ചോളാം. ഈ പത്മ കേസിൽ നിങ്ങൾ വിജയിക്കും, പത്മ ഇല്ലാതെ ആയാൽ വിജയിക്കും എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേരെ. ഈ പത്മ കേസിൽ നിങ്ങൾ തോൽക്കുക തന്നെ ചെയ്യും, പത്മയുടെ മരണത്തിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഹരി ഇങ്ങനെ ഒന്ന് മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ വരെ വന്നൊരു ആവേശം പുള്ളിക്ക് ഇത്തിരി അങ്ങോട്ട് തണുത്തുപോയി കേട്ടോ. എന്താണെങ്കിലും അങ്ങനെ സീനാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും അവസാനത്തെ സീൻ എന്ന് പറയുന്നത് വീണ്ടും അർജുനെ കാട്ടുകയാണ്. അർജുനാണ് ആകെ ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിലാണ് കേട്ടോ ഉള്ളത്. കാരണം ആരും പുറത്തേക്ക് തുറന്നു വിടുന്നില്ല. അർജുൻ ഇവിടെ കിടന്നിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സമയത്ത് പുറത്ത് എല്ലാവരും നിൽക്കുന്നുണ്ട് കേട്ടോ. മുകുന്ദനുണ്ണി, ഗോവിന്ദനുണ്ണി, ഭാര്യമാർ, ചെറുമക്കൾ, മുത്തശ്ശി, എല്ലാവരും അവിടെയുണ്ട്. എല്ലാവർക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. കാരണം അർജുൻ അവിടെ കിടന്ന് അതുപോലെ സീനാക്കുകയാണ്. അർജുൻ പറയാണ്, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന, എല്ലാവരും കൂടി എന്നെ ഒന്ന് തുറന്നു വിടും, എനിക്ക് പറ്റുന്നില്ല, എന്നെ തുറന്നു വിടും, അങ്ങനെയൊക്കെ പറഞ്ഞ് അർജുൻ ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയത്തും നന്ദിനി ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്, തുറന്നു വിടില്ല എന്ന രീതിയിൽ. കുറച്ചൊക്കെ കഴിഞ്ഞതിന് നന്ദിനിക്ക് ഇച്ചിരി മുഖമൊക്കെ മാറി തുടങ്ങി. കാരണം അർജുൻ്റെ അർജുൻ കരയുന്ന ഒരവസ്ഥയിലേക്കൊക്കെ എത്തി കേട്ടോ. അപ്പോൾ ഇങ്ങനെ അർജുൻ കരയുന്ന ഒരവസ്ഥയിലേക്കൊക്കെ എത്തി എന്ന് കേൾക്കുമ്പോൾ തന്നെ നന്ദിനിക്ക് പതുക്കെ മുഖമൊക്കെ മാറി തുടങ്ങി. പക്ഷേ ഇനി എന്ത് മാറിയിട്ട് എന്ത് കാര്യം, എല്ലാം വൈകിപ്പോയിട്ടോ. കാരണം നമ്മുടെ പത്മ കൊല്ലപ്പെട്ട് കഴിഞ്ഞു, ഇനി അർജുനെ തുറന്നു വിട്ടിട്ട് എന്താണ് കാര്യം, അതാണ് ഞാൻ ആ ഒരു നിമിഷത്തിൽ ആലോചിച്ചത് കേട്ടോ. എന്താണെങ്കിലും ഇങ്ങനെ ഒരു സീനോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുള്ളത്. എന്താണെങ്കിലും നല്ലൊരു എപ്പിസോഡ് തന്നെയായിരുന്നു. എല്ലാവരും കാത്തിരിക്കുക, രാത്രിയിൽ എപ്പിസോഡ് കാണുക. പ്രമേയുടെ റിവ്യൂസായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം. ടേക്ക് കെയർ, ബൈ ബൈ.